നഷ്ടപ്പെട്ടു പോയി. ബാലൻസ് ഇല്ലാത്ത ഒരു വ്യക്തി എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് ആ സന്തുലനം തിരിച്ചു കൊടുക്കണം. ഓരോ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. പ്രകൃതിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തുലനം തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. ഭൗതിക തലത്തിൽ ഒന്നും വേണ്ട ഇതിന്. പല മാതാപിതാക്കളും ജീവിക്കുന്ന മക്കളെ കെട്ടിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? അവരുടെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമാണ്. പക്ഷെ നമ്മൾ ഓരോ മനുഷ്യനും, അത് അറിവുള്ളവരാവട്ടെ, മീൻസ് പഠിച്ചവരാവട്ടെ, പഠിക്കാത്തവരാവട്ടെ, പാവപ്പെട്ടവരായിക്കോട്ടെ, പണം ഉള്ളവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇത് നമ്മുടെ മനസ്സിന്റെ പരിപാടിയാണ്. നമ്മളിൽ നിന്നും പോസിറ്റീവ് വൈബ്രേഷൻസ്, അതായത് ഏറ്റവും കുറഞ്ഞ ശാന്തിയുടെ വൈബ്രേഷൻ. ഫസ്റ്റ് ശാന്തി കഴിഞ്ഞിട്ടേ സ്നേഹം വരുള്ളൂ. ശാന്തതയുടെ വൈബ്രേഷൻസ്, സ്വസ്ഥതയുടെ വൈബ്രേഷൻസ് നമ്മളിൽ നിന്നും ഈ പ്രകൃതിയിലേക്ക് ഒഴുകണം. അതിന് നമ്മൾ ഓരോരുത്തരും ദിവസം ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. കാരണം ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാൻ പ്രകൃതിക്ക് വേണ്ടി വൈബ്രേഷൻസ്, ശാന്തിയുടെ വൈബ്രേഷൻസ് കൊടുത്താൽ ഈ പ്രകൃതി എനിക്ക് വേണ്ടി ശാന്തിയുടെ ഒരു ലോകം തന്നെ തയ്യാറാക്കി തരും. അതായത് എന്റെ ലോകത്തിൽ വന്ന് എന്നെ അശാന്തമാക്കാൻ ഒരാൾക്കും പറ്റില്ല. ഞാനൊക്കെ ഇത് അനുഭവിച്ചറിയുന്നുണ്ട് കേട്ടോ. സത്യം, വർഷങ്ങളുടെ പരിശ്രമമാണ്. കുറെ കഠിനമായിട്ട് കുറെ ഉരുകിയിട്ടുമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് നമ്മളെ പ്രകോപിപ്പിക്കാൻ തോന്നും, അത് അവരുടെ സ്വഭാവം. മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പ്, വൈരാഗ്യം, കൊല്ലാൻ തോന്നും, പലതും തോന്നും. പക്ഷെ നമ്മളെ അത് ബാധിക്കില്ല. ചേമ്പലയുടെ പുറത്ത് വെള്ളം വീണാൽ ഒഴുകി പോവില്ലേ, ഇതേപോലെ ഇതൊന്നും നമ്മുടെ ഉള്ളിലോട്ട് കയറില്ല. ആ തരത്തിൽ നമുക്കൊരു ജീവിതം, കാരണം ഇതെല്ലാം ചുറ്റുമുണ്ട്. കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കലിയുഗത്തിന്റെ ലാസ്റ്റ് സമയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രശ്നങ്ങള് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നും ഏത് തരത്തിലുമുള്ള അറ്റാക്ക് നമുക്ക് മുന്നിലേക്ക് വരാം. ഇപ്പൊ നമുക്കറിയാം, പ്രളയം വന്നപ്പോ, ഇപ്പം നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോ നമുക്കറിയില്ല അതിൽ പെട്ടുപോയവരുടെ മുന്നിൽ എന്തെല്ലാം സാഹചര്യങ്ങളാണ് വന്നത്. മരത്തടി ഒഴുകി വന്നു, പാമ്പുകൾ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരെന്തിനെല്ലാം ഫേസ് ചെയ്ത് കാണും. നമുക്കറിയില്ല നാളെ നമ്മൾ എവിടെ പോയി പെട്ടുപോകുന്നു. ഇപ്പൊ നോക്കൂ, ഒരു മലയാളി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയൊരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു. നമ്മൾ നാളെ എവിടെയൊക്കെ പെട്ടുപോകുന്ന ആർക്കറിയാം. പക്ഷെ എവിടെയും നമുക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെങ്കിൽ ധർമ്മോ രക്ഷതി രക്ഷിത. നമ്മൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവും.